ദേവപ്രശ്നവും മാനുഷിക പ്രശ്നവും. സാർ, ഇതിൻ്റെ വ്യാഖ്യാനം എന്താണ്? ദൈവപ്രശ്നം നമ്മൾ നിരവധി കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ടോപ്പിക് ഈയിടയ്ക്ക് നമ്മൾ കൈകാര്യം ചെയ്യുകയുണ്ടായി. അതിന് പലവിധ വ്യാഖ്യാനങ്ങളാണ് പലവിധ അസ്ട്രോളജേഴ്സ് കൊടുക്കുന്നത്. ഈ മാനുഷിക പ്രശ്നവും ദൈവപ്രശ്നവും തമ്മിലുള്ള ബന്ധം എന്താണ് സാർ? ഞാനത് വളരെ കുറച്ചുപേരോട് സംസാരിക്കുമ്പോഴും ഈവൻ സാറിനോട് കാഷ്വലി സംസാരിക്കുമ്പോഴും കിട്ടിയൊരു വേർഡിങ്സ് ആണത്. അപ്പോൾ അത് സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തത കിട്ടുമെന്നുള്ള സംഭവത്തിലാണ് ചോദിച്ചത്. ആക്ച്വലി ദേവപ്രശ്നം എന്നൊരു പ്രശ്നം ഇല്ല. ഓക്കെ. പിന്നെ അപ്പോൾ ഈ ദേവപ്രശ്നം വെക്കുന്നതെന്ന് പറയുന്നത് അത് പറയാം. ആക്ച്വലി ദേവപ്രശ്നം എന്നൊരു പ്രശ്നം ഇല്ല. ഈ ദേവവിഷയവും മാനുഷ്യ വിഷയവും ഇങ്ങനെ രണ്ടും തരംതിരിച്ച് എടുക്കുന്നൊരു വിഷയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് എന്തായാലും ഈ മാനുഷിക വിഷയം എന്ന് പറയുമ്പോൾ തനി കുടുംബ സഹോദര ബന്ധു പുത്രാരിപത്നി മരണാനി എന്ന് പറയുന്നൊരവസ്ഥയിലാണ്. ഈ ജാതകത്തിലെ 12 ഭാവങ്ങളാണുള്ളത് ഏറ്റവും പ്രധാനമായിട്ട്. അതിലെ തനു ശരീരം, കുടുംബം, സഹോത്വം, ബന്ധു, പുത്ര, അരി, പത്നി, മരണം 8 ഭാവം കൊണ്ട് കഴിഞ്ഞു. ജനനം മുതൽ മരണം വരെ 8 ഭാവം കൊണ്ട് കഴിഞ്ഞു. 9 ഭാവം 9, 10, 11. 9 എന്ന് പറയുന്നത് ഇവൻ ചെയ്യുന്ന ഇവൻ ചെയ്യുന്ന പുണ്യകാര്യങ്ങളാണ്. 10 എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ പുണ്യകാര്യങ്ങൾ ചെയ്താൽ 11 ഉണ്ടാവും, ലാഭം ഉണ്ടാവും. പാപകർമ്മങ്ങൾ ചെയ്താൽ 12 ഉണ്ടാവും, ദുരിതം ഉണ്ടാവും. അപ്പോൾ തനി കുടുംബ സഹോദര ബന്ധു പുത്രാരിപത്നി മരണാനി ശുഭാസ്പദായ. അപ്പോൾ ആ 8 ഭാവം കൊണ്ട് ജനനം മുതൽ മരണം വരെ കഴിഞ്ഞാൽ ഈ മരണത്തിനകത്ത് ജനിച്ചു കഴിഞ്ഞ് മരണം വരെയുള്ള വിഷയത്തിനെ കൊണ്ട് അവൻ സമ്പാദിച്ചുകൊണ്ട് പോകുന്ന 4 കൂട്ടം ഭാവങ്ങളാണ് ഈ ഭാഗ്യധർമ്മത. പിന്നെ 9, 10, 11, 12 ഇതിനകത്ത് ഇവൻ സ്റ്റോർ ചെയ്യുക, നല്ലതും ചീത്തയും. നേരത്തെ പറഞ്ഞ വിഷയത്തിലേ അത് തനി കുടുംബ സഹോദര ബന്ധു പുത്രാരിപത്നി മരണാനി ശുഭാസ്പദ. അതിന് മാനുഷിക വിഷയത്തിൽ എങ്ങനെയാണ് ഈ പൊതുവേ അഷ്ടമംഗല പ്രശ്നം എന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ഈ ഈശ്വരപ്രേരണയാലാണ് ഒരു ദൈവജനടുത്ത് എത്തിച്ചേരുന്നത്. നമ്മൾ ആ എത്തിച്ചേരുന്ന സമയത്ത് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ ജാതകഫലം പോലെ തന്നെയാണ് ഇവിടുത്തെ വിഷയം ചിന്തിക്കുന്നത്. അപ്പം ആ ജാതകഫലം ചിന്തിക്കുമ്പോൾ ഒരു ദേവപ്രശ്നത്തിന് വിളിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ആ ദേവൻ്റെ ഗുണദോഷങ്ങൾ, അവിടെ പൂജാലോപം ഉണ്ടാവാം, ആചാരലോപം ഉണ്ടാവാം, ഉത്സവാദിലോപം ഉണ്ടാകാം, നിവേദ്യലോപം ഉണ്ടാവാം. ഇങ്ങനെയൊക്കെ ഒരു വിഷയം വന്നാൽ ഈ അവിജ്ഞാതമായിരിക്കുന്ന നമുക്ക് അറിയാതെ കിടക്കുന്നതായ ചില വിഷയങ്ങളുണ്ട് ക്ഷേത്രത്തെ സംബന്ധിച്ച്. അത് വരുമ്പോൾ ഏകദേശം ഒരു 12 ശ്ലോകങ്ങൾ അതിനായിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതായത് ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ക്ഷേത്രത്തിൻ്റെ 4-ാം ഭാഗം ചിന്തിക്കുക, പ്രാസാദ മണ്ഡപാദീൻ ഉപവേശ്മാനി വാഹനം ക്ഷേത്രപ്രദേശമകലം ചതുർത്ഥേന വിചിന്തയിൽ. പ്രാസാദം, മണ്ഡപം, ഉപവേശ്മം, വാഹനം, ക്ഷേത്രപ്രദേശം, ഇതൊക്കെയാണ് ശരിക്കും 4-ാം ഭാവം കൊണ്ട് ഒരു ദേവപ്രശ്നം കൊടുത്തിരിക്കുന്നത്. മാനുഷ്യ വിഷയം ഇതേ ഭാവം കൊണ്ട് തന്നെ ചിന്തിക്കുമ്പോൾ എങ്ങനെ ചിന്തിക്കും? ഈ മാതാസുകൾ മാതുല ഭാഗിനേയോ ക്ഷേത്രം സുഖം വാഹനമാസനം ച ലാളിത്യം അമ്പശയനഞ്ച വൃത്തി പശ്വാദികൻ ജന്മഗ്രഹം ചതുർത്ഥാൽ. അപ്പം രണ്ടിനും ഭാവം ചിന്തിക്കുന്ന രണ്ടും ഒരുപോലെയാണ്. വിഷയങ്ങൾ രണ്ടും രണ്ടായിട്ട് മാറും. ഇപ്പോൾ പ്രാസാദം എന്ന് പറഞ്ഞാൽ ശ്രീകോവിലായി. മനുഷ്യനെ സംബന്ധിച്ച് എന്തായി? അത് വീടായി. ശരിയാണ്. ഇപ്പോൾ ശ്രീകോവിലെ ദേവനെ ശ്രീകോവിൽ ചിന്തിച്ചപ്പോൾ പ്രാസാദം എന്നൊരു പദം ചിന്തിച്ചപ്പം മനുഷ്യൻ ചിന്തിക്കുന്ന വീടാണ്. ഇപ്പോൾ രണ്ടും ഭാവം ഒന്ന് തന്നെയാണ്. അപ്പോൾ ദേവവിഷയം എന്ന് പറയുന്ന വിഷയത്തിൽ ഇപ്പോൾ ഉദാഹരണം പറയാം. 10-ാം ഭാവപതിയായി ഇപ്പം മീനമാണ് ആരുടെ 3-ൽ വ്യാഴ. 10-ാം ഭാവപതിയായിരിക്കുന്ന വ്യാഴം 3-ൽ പോയി. 3-ൽ വ്യാഴം നിന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള യോഗം പറയുന്നത് കൃപണയോഗം എന്നാണ്. കൃപണം എന്ന് പറഞ്ഞാൽ വിദ്വാൻ സുവാക്യ കൃപണ. അപ്പോൾ ഏത് വിഷയത്തിൽ കൃപണത്വം വന്നു? ദേവവിഷയത്തിൽ നമ്മൾ ചിന്തിക്കുമ്പം 10-ാം ഭാവപതിയാണ് കൃപണമായിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉത്സവത്തിലാണ് കൃപണത്വം ഉണ്ടായത്. കൃപണത്വം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഉബ്ദ്. അപ്പോൾ ഇവിടുത്തെ ഉത്സവത്തിനും പൂജാവിധാനങ്ങളിലും കൃപണത്വം വന്നു എന്ന് നമുക്ക് പറയാം. അപ്പം സന്ദർഭം അനുസരിച്ച് വേണം ഇതിൻ്റെ ഫലം മാറ്റി നമ്മൾ പറയേണ്ടത്. ആക്ച്വലി ദേവപ്രശ്നം എന്ന് പറയുന്നത് ദേവൻ്റെ സാന്നിധ്യാദി വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് ദേവപ്രശ്നം. അത് പ്രതിഷ്ഠാ സാന്നിധ്യം, മന്ത്രസാന്നിധ്യം, നിവേദ്യ സാന്നിധ്യം, ഇങ്ങനെയൊക്കെ ചില വിഷയങ്ങളുണ്ട്. പ്രതിഷ്ഠാ സാന്നിധ്യം ലഗ്നാത്സുത ലഗ്നരന്ധ്രപതയോ ഒരു അന്യോന്യ സമ്പന്നനോ സാന്നിധ്യാമചദേശം. ലഗ്നപതി 5-ാം ഭാവപതി അഷ്ടമാധിപതിയും പരസ്പരം കേന്ദ്രത്തിൽ നിൽക്കുകയോ ത്രികോണസ്ഥാനത്ത് നിൽക്കുകയോ അന്യോന്യം പരിവർത്തനം ചെയ്ത് നിൽക്കുകയോ അന്യോന്യം രാശികൾ മാറി നിൽക്കുകയോ ചെയ്താൽ ഇതിന് ചൈതന്യമുണ്ട്. ഇവർ തമ്മിൽ പരസ്പരം യാതൊരു ബന്ധമില്ലാതിരുന്ന ചൈതന്യം ഇല്ല. ഇതൊക്കെയാണ് നമ്മൾ ദേവപ്രശ്നത്തിൽ ചിന്തിക്കുന്ന വിഷയം. അടിസ്ഥാനപരമായിട്ടുള്ള വിഷയത്തിൽ മാനുഷ്യ വിഷയം ചിന്തിക്കുന്നത് ഈ ശരീരവർണ്ണാകൃതികളാണ് ലക്ഷണം കൊണ്ട് ചിന്തിക്കുന്നത്. മറ്റേ നമ്മൾ ദേവൻ്റെ ആ ലഗ്നം കൊണ്ട് ചിന്തിക്കുന്നത് ദേവൻ്റെ സാന്നിധ്യം, ബിംബം,
ക്ഷേത്രം, സാന്നിധ്യബിംബം സാന്നിധ്യക്ഷേത്ര ബിംബാണി ത്രീണി ലഗ്നേന ചിന്തയിൽ. ഇതാണ് നമ്മൾ ലഗ്നം കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഭാവം കൊണ്ട് നമ്മൾ ഓരോന്നിനെ കൺവെർട്ട് ചെയ്ത് ചിന്തിക്കുക എന്നുള്ളതല്ലാതെ ദേവപ്രശ്നം എന്ന് പറയുന്നത് മാനുഷിക പ്രശ്നവും ചിന്തിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ നിയമങ്ങളുണ്ട്. ഇപ്പോൾ മാനുഷിക വിഷയത്തിൽ ധാരാളം യോഗങ്ങളുണ്ട്. ആ യോഗങ്ങൾ ആ ക്ഷേത്രത്തിലും വരും. അത് ആർക്ക് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എപ്പോൾ സംഭവിച്ചു എന്നുള്ളതൊക്കെ പറയുന്നത് കണ്ടുപിടിക്കുന്നത് ദൈവജ്ഞൻ്റെ അനുഗ്രഹമാണ്. അത് ദൈവജ്ഞൻ്റെ ഒരു ദൈവികമായി കിട്ടുന്ന അനുഗ്രഹമാണ്. ഇതെപ്പോൾ ആർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള വിഷയം പറയുന്നത്. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞാൽ രന്ധ്രേ ഷഷ്ടസംബന്ധോ ശാപാദ്യ പ്രബലാശ്വതി. ചില ശാപതാപാച ദുരിതങ്ങൾ ക്ഷേത്രത്തിൽ ആർക്കാണ് ശാപം ഉണ്ടായത്, ശാന്തിക്കാരനാണോ, തന്ത്രിക്കാണോ, കരകക്കാരനാണോ, അങ്ങനെ ആ സംബന്ധികളായ പല വിഷയങ്ങളുണ്ടല്ലോ. ഇപ്പം മൂന്നാം ഭാവം കൊണ്ട് നമ്മൾ രണ്ടാം ഭാവം കൊണ്ട് നിധികോശ ധനായന രക്ഷകാൻ അർത്ഥരാശിന, അതാണ് രണ്ടാം ഭാവം കൊണ്ട്. മൂന്നാം ഭാവം കൊണ്ട് ഈ പിന്നെ ചിന്ത്യം നിവേദ്യ പരിചാരകാഹ ചിന്തനീയാശ്രിതേന നിവേദ്യ പരിചാരകരെ കുറിച്ച് ചിന്തിക്കും. പക്ഷേ നമ്മൾ മാനുഷികനും ചിന്തിക്കുമ്പം നേരെ വിപരീതമായിട്ട് വരും. അവിടെ ശരിക്കും ഈ സഹോദരങ്ങളെ കൊണ്ടും സഹായികളെ കൊണ്ടുമൊക്കെയാണ് നമ്മൾ ഈ ധൈര്യവീരജ ദുർബുദ്ധി സഹോദര പരാക്രമം ഇതൊക്കെയാണ് നമ്മൾ മൂന്നാം ഭാവം. അപ്പോൾ ഒരു ഭാവം ചിന്തിക്കുമ്പോൾ മാനുഷ്യ വിഷയമായിട്ടും ദേവവിഷയമായിട്ട് കൺവെർട്ട് ചെയ്ത് പറയുകയാണ്. ഓക്കെ, രണ്ടിൻ്റെ നിയമങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. ആ നിയമം അനുസരിച്ച് നമ്മൾ ഓരോ വിഷയത്തിലേക്ക് മാറ്റണം. ദേവപ്രശ്നം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇപ്പം ഏറ്റവും പ്രാധാന്യമായിട്ട് ദേവപ്രശ്നം എന്ന് പറയുന്നത് സാധാരണ ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയൊരു സബ്ജക്റ്റ് അല്ല. ദേവപ്രശ്നം എന്ന് പറയുന്നത് വളരെ വാസ്റ്റായ സബ്ജക്റ്റാണ്. അത് ഈ പ്രശ്ച എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. ദൈവജ്ഞനെ വിളിക്കുന്ന സമയത്ത് മുതലുള്ള ഗുണദോഷങ്ങളാണ് ചിന്തിക്കുന്ന അക്ഷരങ്ങൾ പ്രശ്നത്. പ്രശ്ച നിർഗമ മാർഗം മന്ദിരഗതി പ്രശ്നക്രിയാ സംഭവം സൂത്രം തൃസ്പൃജം അഷ്ടമംഗല ബലമാരുടെ നിൽഭവം. ഇത്രയും കഴിയുമ്പോൾ പ്രശ്നം കഴിഞ്ഞു. ഇത് പറയണമെങ്കിൽ 3 ദിവസം എടുക്കും. അപ്പോൾ പ്രശ്ച എന്ന് പറയുന്നത് തന്നെ ശരിക്കും ദൈവജ്ഞേന സമാഹിതേന സമയോ ദേശാസ്വവായർ ദേശാസ്പൃഷ്ടസ്പർശനമാസൃഷരുതു പ്രശ്നാക്ഷരാണി സ്ഥിതിചേഷ്ട ഭാവവിലോകന വസനാത് അന്യസതൽക്കാലജം തത് എതത് നേമി വക്തും ഫലം. അപ്പോൾ ഇത്രയുമുണ്ട് ആ പ്രശ്നയ്ക്ക് തന്നെ. അതിൽ തന്നെ ശരിക്കും അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ധാരാളം വിഷയങ്ങൾ നമുക്ക് അത് മാനുഷിക വിഷയത്തിനും പറയാം, ദേവവിഷയത്തിനും പറയാം. സന്ദർഭം അനുസരിച്ച് വിഷയങ്ങൾ മാറ്റി പറയേണ്ടത് യുക്തി ദൈവജനാണ്. പിന്നെ ഇത് ഏത് പറയുന്നു, എന്ത് അവിടെ പ്രതിഫലിക്കപ്പെടുന്നു, എന്ത് സത്യമായി ഭവിക്കുന്നു എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ഗുരുത്വവും ദൈവാധീനവും മാത്രമാണ്. ഒരു രാശിയിൽ ഒരു ഗ്രഹം നിന്നു എന്നതുകൊണ്ട് ഇപ്പോൾ 4 സൂര്യൻ നിന്നാലൊരു ഫലമാണ്, 4 ചൊവ്വ നിന്നാലൊരു ഫലമാണ്, 4 ശനി നിന്നാലും ഒരു ഫലം തന്നെയാണ്. പക്ഷേ ഇത് അവിടുത്തെ ഫലം എന്താണ്, ഇത് കണ്ടുപിടിക്കുന്ന ദൈവത്തിൻ്റെ ഒരു വലിയ അത്ഭുതകരമായ വിഷയമാണ്. ഇപ്പോൾ 4 ശനി നിന്നാലൊരു ഫലം എന്ന് പറഞ്ഞാലും 4 സൂര്യൻ നിന്നാലും 4 ചൊവ്വ വന്നാലും പിന്നെ വിസുഖപീഡിത മാനസിക ചതുർത്ഥി എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആർക്ക് ഈ വിസുഖപീഡിത മാനസം ഉണ്ടായി, എന്ത് വിഷയത്തിലുണ്ടായി, എങ്ങനെയുണ്ടായി, ഇത് കണ്ടുപിടിക്കുന്നത് ദൈവികമായ ആ സന്ദർഭം അനുസരിച്ച് എങ്ങനെ കൂട്ടി യോജിപ്പിച്ച് അതുമായിട്ട് പറയാം എന്നുള്ളത് അടിസ്ഥാനമായിട്ട് ശാസ്ത്രം ഒന്നേ ഉള്ളൂ. ശാസ്ത്രത്തിൽ നിന്ന് കണ്ടുപിടിക്കപ്പെട്ട് പറയുന്നതൊരു വലിയ അനുഗ്രഹമാണ്. അതാണ് ദേവപ്രശ്നത്തിലൊരു വലിയ വിഷയം. ദേവപ്രശ്നത്തിലത് ശരിക്കും അടിസ്ഥാനമായിട്ട് ദേവൻ്റെ ഉത്ഭവം മുതലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ വിഷയങ്ങൾ ചിന്തിക്കേണ്ടത്. അതിനും വ്യത്യാസമുണ്ട്. കാലമനുസരിച്ച് വേണം ഫലം പറയേണ്ടത്, ദേശമനുസരിച്ച് വേണം ഫലം പറയേണ്ടത്, കുലമനുസരിച്ച് വേണം പറയേണ്ടത്. കാലദേശ കുലാചാരം ഓരോരുത്തരുടെയും ആചാരങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഓരോ കുലത്തിനും ഓരോ ആചാര വ്യത്യാസമുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ ആചാരമുണ്ട്. ഇപ്പോൾ കണ്ണൂരെ ആചാരമല്ല ചിലപ്പം തിരുവനന്തപുരത്തെ ആചാരം, അല്ലെങ്കിൽ കോഴിക്കോട്ടെ ആചാരം ആയിരിക്കത്തില്ല ചിലപ്പം എറണാകുളത്തെ ആചാരം. ഇത് വ്യത്യാസം വരും. അപ്പോൾ സമ്പ്രദായത്തിൽ വ്യത്യാസമുണ്ട്. ഇതിനൊക്കെ പേരിട്ടിരിക്കുന്നതിന് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത പേരുകളായിരിക്കും വരുന്നത്. ഇത് കണ്ടുപിടിക്കുന്ന ദൈവത്തിൻ്റെ ഒരു വലിയ വിഷയമാണ്. അതിനൊരു ഭാവമൊക്കെ ഇതൊക്കെ ആചാരം ഭംഗിയാക്കി അതിൻ്റെ തന്നിട്ടുണ്ടെന്നുള്ളതൊരു അത്ഭുതകരമാണ്. ഇത് പറയാനുള്ളൊരു ഭാവങ്ങളും രീതികളും തന്നിട്ടുണ്ട്. ഇത് കണ്ടുപിടിച്ച് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കേവലം 4 പദം മാത്രമേ ഉള്ളൂ. ഹരികർമ്മലാഭ ദുശ്ശിൽക്ക ചകജമെന്ന്. ഇതിനകത്തുനിന്ന് ശരിക്കും 4000 പേജ് നമുക്ക് വ്യാഖ്യാനിക്കാൻ സമയം കിട്ടും. 4000 പേജോളം വ്യാഖ്യാനിക്കാം ഈ 4 പദത്തിൽ നിന്ന് മാത്രം. അത്രത്തോളം വിശാലമായൊരു സബ്ജക്റ്റാണ്, ഒരു ബ്രഹ്മാണ്ടമാണിത്, ഒരു സമുദ്രമാണ് ഇത്. അതുകൊണ്ട് നമുക്കൊരു
ഒരു വാക്കിലോ ഒരു 10 മിനിറ്റ് കൊണ്ടോ പറഞ്ഞു തീർക്കാവുന്നൊരു സബ്ജക്റ്റ് അല്ല മനസ്സിലായി. ഈ ദേവപ്രശ്നം അഷ്ടമംഗല പ്രശ്നം എന്നൊക്കെ പറയുന്നത്. അല്ല, ഈ ഏറ്റവും കൂടുതൽ ദൈവപ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സാറല്ലേ. അപ്പോൾ ഒരുപാട് ദൈവപ്രശ്നങ്ങൾ സാറ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ അഷ്ടമംഗല പ്രശ്നങ്ങളാണെങ്കിൽ തന്നെയും ഒരു ചെറിയൊരു സംശയമാണ്. കഴിഞ്ഞ ഇടയ്ക്കൊരു ടോക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി. അതായത് ഒരു വിഭാഗം ആൾക്കാർ എന്താ പറയുക, ദൈവപ്രശ്നം നടത്തിയതിന് ശേഷം ആ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം ചെയ്യണമെന്ന് പറയുന്നു. വേറെ കുറച്ച് ആൾക്കാർ ദൈവപ്രശ്നം നടത്തിയിട്ട് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രം മതി എന്ന് പറയുന്നു. അപ്പം നമ്മുടെ ടൈം വളരെ കുറവാണ്. ആ സമയം കൊണ്ട് സാറിന് തന്നെ ചെറിയൊരു ക്ലൂ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് അത്? അടിസ്ഥാനപരമായ വിഷയം എന്താണെന്ന് ദൈവജ്ഞൻ കണ്ടെത്താത്തതിൻ്റെ ഒരു വൈകല്യമാണത്. ഓ, ശരി ശരി, ഓക്കെ. അത് ദൈവജ്ഞന്മാർ അടിസ്ഥാനപരമായിട്ട് എന്താണ് ഇവിടെ, എന്താണ് വേണ്ടത് എന്നുള്ളത് മാത്രം കാണണം. ഒരു ദൈവജ്ഞൻ പ്രശ്നം വെച്ചിട്ട് അവിടെ ആ സാന്നിധ്യമുണ്ട്, ഈ സാന്നിധ്യമുണ്ട്, അതിന് അമ്പലം പണിയണം, മറ്റേ അമ്പലം പണിയണം, അതിന് അമ്പലം പണിയണം എന്നൊക്കെ പറയുന്ന അവസ്ഥയുണ്ട്. ഒന്നും കാണത്തില്ല, പ്രയത്നത്തിൻ്റെ ദുരിതം മാത്രമേ കാണത്തുള്ളൂ അവിടെ ചിലപ്പോൾ. അപ്പോൾ ഒരു അമ്മമ്മയ്ക്ക് വിളക്ക് കത്തിച്ചിരുന്നു, അവിടെ പോയി വിഷ്ണുവിന് അമ്പലം പണിയണം, ശിവൻ അമ്പലം പണിയണം, യോഗീശൻ അമ്പലം പണിയണം, രക്ഷസൻ അമ്പലം പണിയണം എന്നൊക്കെ പറഞ്ഞിരുന്ന അവസാനം സംഭവിച്ചതെന്താ? അവിടെ ഇതൊന്നും വേണ്ട, പകരം അവിടെ ആ അമ്മമ്മയെ അവിടെ വെച്ചിരിക്കുന്നതിനെ ആവാഹിച്ച് സാഹചര്യപ്പെടുത്തിക്കുക, അവിടെ അമ്പലം പണിയെ വേണ്ടെന്ന് പറഞ്ഞ് പോയ ചരിത്രമുണ്ട്. അപ്പോൾ അത് ശരിക്കും നമ്മൾ എന്താണ് വിഷയം എന്നുള്ളത് കണ്ടെത്തണം. അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ശാസ്ത്രത്തിൽ എന്ത് എഴുതി വെച്ചിരിക്കുന്നു അതനുസരിച്ചല്ല ഫലം പറയണ്ടേ. അത് തൻ്റെ ഉള്ളിൽ നിന്നും വരുന്നൊരു അനുഗ്രഹം കൂടിയാണ് ഇത് സത്യത്തെ കണ്ടെത്തി പറയേണ്ടത്. അതുകൊണ്ടാണ് അവിടെ വരുന്നൊരു പോരായ്മ വരുന്നത്. ഇത് എന്താണ് ശരിയായതുള്ളതെന്നുള്ളത് കണ്ടുപിടിച്ച് സത്യമായി തെളിയിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ച് വേണം നമ്മൾ ഈ വിഷയം ചെയ്യേണ്ടത്. അല്ലാതെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ഉള്ളതുകൊണ്ട് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണെന്ന് പറയാൻ പാടില്ല. യാതൊരു ഫലവും കാണത്തില്ല. ഇപ്പോൾ 7ാം ഭാവത്ത് ശുഭഗ്രഹം നിൽക്കുക. ഇപ്പം അടുത്ത് എൻ്റെ വീട്ടിൽ വന്നൊരു വിഷയമാണ്. 7ാം ഭാവത്ത് ശുഭഗ്രഹം നിൽക്കുക, 4 പാപഗ്രഹം നിൽക്കുക. അങ്ങേരുടെ പ്രശ്നം വെച്ചാൽ പറഞ്ഞു, നിങ്ങൾ ഭാര്യയെ സുഖിപ്പിക്കുന്നവനും അമ്മയെ വേദനിപ്പിക്കുന്നവനുമാണ്. വിഷയം തീർന്നില്ലേ? വേറൊന്നുമില്ല അവിടെ വിഷയം. എന്താണ് കുടുംബത്തിൽ സുഖമില്ലാത്തത്? ഭാര്യയുടെ സുഖം മാത്രം നോക്കുന്നു, അമ്മയുടെ സുഖം നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്തായി? തീർന്നു അവിടെ വിഷയം. അല്ലാതെ അവിടെ വേറെ കുടുംബത്തിൽ അവിടെ മന്ത്രവാദം ചെയ്തില്ല, കൂടോത്രം ചെയ്തില്ല, ആരും ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ സ്വയം ശരിയാകേണ്ട കാര്യങ്ങൾ നമ്മൾ ശരിയാക്കണം. ഇവിടെ ആണുങ്ങളെ സംബന്ധിച്ച് വളരെ കൗശലത്തിൽ നിൽക്കേണ്ട 2 സാധനങ്ങളാണ് ഇത് രണ്ടും. അമ്മയും ഭാര്യയും. അമ്മയോടും നല്ല രസമായിട്ട് നയപരമായിട്ട് നിൽക്കും, ഭാര്യയോട് അതിനേക്കാൾ നയപരമായിട്ട് നിൽക്കും. ആണുങ്ങളുടെ ഒരു കൗശലത്തിൻ്റെ ഭാഗമായത്. സൂത്രത്തിൽ എന്തെങ്കിലും 2 കേടാക്കാതെ കൊണ്ടുവരാൻ ഒക്കത്തുള്ളൂ. ഒരാളെയും പ്രീതിപ്പെടുത്താതിരിക്കാനും ഒക്കത്തില്ല, ഒരാളോടും വിദ്വേഷവും പാടില്ല. വളരെ രസകരമായിട്ട് കൊണ്ടുപോകേണ്ടൊരു നല്ലൊരു ത്രാസ് നിൽക്കുന്ന പോലെ അവസ്ഥ വേണം ആണുങ്ങൾ. അത് കൗശലമാണത്. ഭയങ്കര നയപരമായിട്ട് നിൽക്കേണ്ട ഒരു സാധനമായി പറഞ്ഞു എന്ന് പറയുന്ന പോലെ ഇത് എന്താണ് അടിസ്ഥാനമായ ദോഷം എന്ന് കണ്ടുപിടിക്കുന്നൊരു ഭാഗമാണ് ഈ ദൈവജ്ഞൻ്റെ ധർമ്മം. അവിടെ മാനുഷ്യ വിഷയവും ദേവവിഷയവും നമ്മൾ വന്നിട്ട് ആ ജ്യോത്സ്യം ചെയ്ത് തെറ്റായിപ്പോയെന്നും ഇതാണ് ശരിയെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ എന്താണ് അടിസ്ഥാന ദോഷം കണ്ടെത്തേണ്ടത്? ആ ദൈവജ്ഞൻ്റെ ഗുരുത്വമാണ്. ഓക്കെ, സന്തോഷം സാർ. വളരെ വളരെ ഡീറ്റെയിൽ ഉള്ള വിശദീകരണമായിരുന്നു. ഈ ദൈവപ്രശ്നം സാറ് പറഞ്ഞ പോലെ വളരെ വലിയൊരു സമുദ്രമാണ്. അവിടെ നമുക്ക് ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ, സാറിനോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം.